ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഇന്റഗ്രേഷൻ ആണ്. സോ ഇന്റഗ്രേഷൻ യൂസിങ് ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ്. അപ്പോൾ ഈ കോണ്ടെക്സ്റ്റിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫസ്റ്റ് ഇയറിൽ ട്രിഗണോമെട്രിയുടെ ചാപ്റ്ററിൽ നമ്മൾ ഒരുപാട് ട്രിഗണോമെട്രിയുടെ ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്, ഐഡന്റിറ്റീസ് കുറേ പഠിച്ചിട്ടുണ്ട്. അതെല്ലാം പല രീതിയിൽ ഇവിടെ ഉപയോഗിക്കേണ്ടി വരും. നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്തു തുടങ്ങുമ്പോൾ അത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യത്തേത് ഇൻ്റഗ്രൽ കോസ് സ്ക്വയർ എക്സ് ഡി എക്സ്. അപ്പോൾ ഇതിലിപ്പോൾ ആ കോസ് സ്ക്വയർ എന്നുള്ളിടത്ത് ആ സ്ക്വയർ ഇല്ലെങ്കിൽ ഇൻ്റഗ്രൽ കോസ് എക്സ് ഡി എക്സ് ആണെങ്കിൽ നമുക്ക് ഫോർമുല ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഈ കോസ് സ്ക്വയർ എക്സ് ആ സ്ക്വയർ വന്നുകൊണ്ടാണ് നമുക്ക് അവിടെ ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കോസ് സ്ക്വയർ എന്നുള്ള ആ സ്ക്വയറിനെ ഒഴിവാക്കിയിട്ട് ഇതിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. എന്നാലേ നമുക്ക് ഇതുവരെ പഠിച്ച രീതിയിൽ അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാനാവുള്ളൂ. അപ്പോൾ അതിന് ഏത് ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി ഉപയോഗിക്കാൻ പറ്റും, അതാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട് കോസ് 2x ഈക്വൽ ടു, കോസ് 2xന് 4 റിസൾട്ട് ഉണ്ട്. സൈനും കോസും ഉള്ളതുണ്ട്, സൈൻ മാത്രമുള്ളതുണ്ട്, കോസ് മാത്രമുള്ളതുണ്ട്, ടാൻ മാത്രമുള്ളതുണ്ട്. അതിൽ യു കൺസിഡർ ദിസ് 2 cos square x minus 1. കഴിഞ്ഞാലും നമ്മൾ പഠിച്ച ഫോർമുലയാണ്. ഇതിൽ നിന്നും എന്താണ് കോസ് സ്ക്വയർ എക്സ് കിട്ടുക? നമുക്ക് ആദ്യം ഈ ടേം അവിടെ നിന്നും വിചാരിക്കാം, -1 ഇങ്ങോട്ട് വരണം. സോ ഇറ്റ് ഈസ് 1 പ്ലസ് കോസ് 2x. ഇനി എന്ത് വേണം? ബൈ 2 കൂടെ വരണം. സോ ദിസ് ഇസ് ദ ഫോർമുല ഫോർ കോസ് സ്ക്വയർ എക്സ്. അപ്പോൾ ആലോചിച്ചോളൂ, കോസ് സ്ക്വയർ എക്സിന്റെ ഈ സ്ക്വയർ മാറ്റാൻ നമ്മൾ കോസ് 2xന്റെ റിസൾട്ടിൽ നിന്നും കോസ് സ്ക്വയർ എക്സിന്റെ ഈ എക്സ്പ്രഷനാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ കാണാതെ അറിഞ്ഞിരിക്കണം, എന്നാൽ മാത്രമേ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. സോ യൂസിങ് ദിസ് ഇന്റഗ്രൽ കോസ് സ്ക്വയർ എക്സിന് പകരം 1 പ്ലസ് കോസ് 2x ബൈ 2 ഡി എക്സ് എഴുതി. ഇനി നമുക്ക് അതിനെ ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ബൈ 2 എന്ന് പറഞ്ഞാൽ 1/2 ഈസ് എ കോൺസ്റ്റന്റ് ഇൻസൈഡ് ദ ഇന്റഗ്രൽ. So let us take it outside. 1/2 into integral of 1 plus cos 2x dx. ഇനി നമുക്ക് 1നെയും cos 2xനെയും ഓരോന്നായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ എന്താ കിട്ടുക? 1/2 into integral of 1 dx is x plus what is integral of cos 2x dx. കഴിഞ്ഞ ദിവസം ഞാനൊരു ഹിന്റ് തന്നിരുന്നു. നമ്മൾ ഇന്റഗ്രൽ ഓഫ് cos 2x dx സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? t ഈക്വൽ ടു 2x കൊടുക്കും. അപ്പോൾ dt ഈക്വൽ ടു 2 dx എന്ന് കിട്ടും. ഇത് വെച്ചിട്ട് ഈ ഇന്റഗ്രൽ മാറ്റിയാൽ ഇന്റഗ്രൽ ഓഫ് cos t dxന് പകരം dt ബൈ 2 കിട്ടും. സോ വാട്ട് ഈസ് ദ ആൻസർ? cos t യുടെ ഇന്റഗ്രൽ sin t ആണ്. ഈ 1/2 ഇന്റഗ്രലിനെ പുറത്തേക്ക് വരും, പ്ലസ് c എന്നാണ് ആൻസർ കിട്ടുക. So that is 1/2 into sin എന്താണ് t 2x ആണ്. പക്ഷെ ഇത് നമ്മൾ ഈ ഒരു പ്രോബ്ലം ഒറ്റയ്ക്ക് ചോദിച്ചാൽ മാത്രമേ ഇത്രയും സ്റ്റെപ്സ് എഴുതിയിട്ട് നമ്മളത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ ഇപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഇന്റഗ്രൽ വരുന്നത്. അപ്പൊ ഇവിടെ വരുന്ന ഒരു റിസൾട്ട് നോക്കുക. cos 2xന്റെ ഇന്റഗ്രൽ നമ്മൾ എങ്ങനെയാണ് എഴുതിയത്? cos xന്റെ ഇന്റഗ്രൽ ആലോചിക്കുക. എന്താ അത്? sin x. xന് പകരം 2x. അപ്പൊ ആദ്യം തന്നെ sin 2x എഴുതി. ഇനി എക്സിന്റെ സ്ഥാനത്ത് കിടക്കുന്നത് 2x ആണ്. സോ ടേക്ക് ദ ഡെറിവേറ്റീവ് ഓഫ് 2x. വാട്ട് ഈസ് ദാറ്റ്? 2. ആ ഡെറിവേറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. sin 2x ബൈ 2. ഇതാണ് അതിന്റെ ഇന്റഗ്രൽ. അത് കഴിഞ്ഞ ദിവസം ഒരു ഹിന്ദി ഞാൻ നിങ്ങൾക്ക് തന്നതാണ്, ആ ഇന്റഗ്രൽ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാൻ പറഞ്ഞിട്ട് അല്ലെ. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഈ ഇന്റഗ്രൽ ഡയറക്റ്റ് എഴുതേണ്ട ആവശ്യമുള്ളൂ. cos 2xന്റെ ഇന്റഗ്രൽ എന്താണ്? sin 2x ബൈ 2. ഇപ്പൊ ഇന്റഗ്രൽ ഈസ് കംപ്ലീറ്റഡ്, അതുകൊണ്ട് പ്ലസ് സി എഴുതി. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ 1/2 ഉള്ളിലേക്ക് എടുത്തിട്ട് എഴുതാം. സോ ദ ആൻസർ ഈസ് x ബൈ 2 പ്ലസ് sin 2x ബൈ 2 into 2 4 പ്ലസ് c. ദിസ് ഇസ് ദ ആൻസർ. അപ്പോൾ കോസ് സ്ക്വയർ എക്സിന്റെ പ്രോബ്ലം ഇങ്ങനെ ചെയ്യാമെങ്കിൽ ഇതേപോലെ ഇന്റഗ്രൽ സൈൻ സ്ക്വയർ എക്സ് ഡി എക്സ് ചോദിച്ചാലും ചെയ്യാൻ പറ്റണം. അപ്പൊ എന്താണ് സൈൻ സ്ക്വയർ എക്സിന്റെ എക്സ്പ്രഷൻ? ഇതേപോലെ ഒരു എക്സ്പ്രഷൻ സൈൻ സ്ക്വയർ എക്സിനുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് sin square x is equal to 1 minus cos 2x by 2. അപ്പോൾ ഈ ഫോർമുലയെ കാണാതെ അറിഞ്ഞിരിക്കണം. ഇതേപോലെ ചോദിക്കാവുന്നതാണ് integral of sin square x dx. So we have cos square x equal to 1 plus cos 2x by 2
and sin square x equal to 1 minus cos 2x by 2. ഈ രണ്ട് ഫോർമുലയും ഈ കോണ്ടെക്സ്റ്റിൽ നല്ലോണം പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. Now let us move to the next question. അടുത്തത് integral sin 2x into cos 3x dx. ഇവിടെ ഇപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ രണ്ട് ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ പ്രോഡക്റ്റ് ആണ്. നമുക്ക് അങ്ങനെയൊന്നും വന്നാൽ ഇപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്യാൻ അറിയില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഈ ഇൻറ്റു എന്നുള്ള ഭാഗം അങ്ങ് പോകണം. sin 2x ഇൻറ്റു cos 2x, ആ ഇൻറ്റു എന്നുള്ള കൺസെപ്റ്റ് ആണ് ഇവിടെ നമുക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ഈ നമ്മുടെ ഇന്റഗ്രന്റിനെ ഒന്നുകിൽ രണ്ട് ടേംസിന്റെ സം അല്ലെങ്കിൽ രണ്ട് ടേംസിന്റെ പ്രോഡക്റ്റ് ഒക്കെ ആയിട്ട് എഴുതാൻ പറ്റിയാൽ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ? അതിനെന്ത് ചെയ്യണം എന്നുള്ളതാണ്. നോക്കാം, ഞാൻ ആദ്യം ചെയ്യുന്നത് ഇതിന്റെ ഉള്ളിൽ ഒരു 2 എക്സ്ട്രാ കൊടുക്കാൻ പോവാ. ദാറ്റ് ഈസ് ഇന്റഗ്രൽ ഓഫ് 2 sin 2x cos 3x dx എഴുതി. അപ്പൊ ഒരു 2 എക്സ്ട്രാ കൊടുത്തു. ആ എഫക്റ്റ് പോകണമെങ്കിൽ എന്ത് വേണം? പുറത്തൊരു 1/2 കൊടുത്തു. ഇനി എന്തിനാണ് ഇങ്ങനെ ഒരു 2 കൊടുത്തത്? നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ച ഫോർമുല തന്നെയാണ് അതിന് കാരണം. ദിസ് ഈസ് ഓഫ് ദ ഫോം 2 sin x cos y. ഈ ഫോമിലാണ് ഈ ഒരു ഇന്റഗ്രന്റ് കിടക്കുന്നത്. Now what is the formula for 2 sin x cos y? It is sin x plus y plus sin x minus y. 2 sin x cos y is equal to sin x plus y plus sin x minus y. ഈ ഒരു രീതിയാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പൊ ഈ പാറ്റേണിൽ നമുക്ക് ഇതിന്റെ അടുത്ത സ്റ്റെപ്പ് എഴുതാം. ഇതിന്റെ അടുത്ത സ്റ്റെപ്പാണ് 1/2 ഇൻറ്റു ഇന്റഗ്രൽ 2 sin എക്സിന്റെ സ്ഥാനത്ത് 2x, വൈയുടെ സ്ഥാനത്ത് 3x. അപ്പൊ ഈ രീതിയിൽ ഇതിനെ എഴുതിയാൽ എന്താ കിട്ടുക? sin x plus y, that is 2x plus 3x, plus sin x minus y, that is 2x minus 3x dx ആയിട്ട് മാറി. ഈ ഫോർമുല ഉപയോഗിച്ച് ഈ ടേമിനെ ഈ രീതിയിലേക്ക് മാറ്റി എഴുതി. ഇനി നമുക്ക് ആ ആംഗിൾസ് ഒക്കെ ഒന്ന് ചെറുതാക്കാം. സോ ഹാഫ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് sin 5x ആണ്, പ്ലസ് ഇവിടെ എന്താ കിട്ടുക? sin minus x dx ആണ്. Now we know that sin minus x is equal to minus sin x. അതും കഴിഞ്ഞ കൊല്ലം പഠിച്ച റിഡക്ഷൻ ഫോർമുലയാണ്. sin minus x is equal to minus sin x. So using this നമുക്ക് ഈ സ്റ്റെപ്പിനെ എങ്ങനെ എഴുതാം? ഹാഫ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് sin 5x, ഇത് മൈനസ് sin x ആയിട്ട് മാറി dx. ഇനി നോക്കൂ, രണ്ട് ടേമിന്റെ ഡിഫറൻസിന്റെ ഫോർമുല ആയില്ലേ? ഇവിടെ ഇൻറ്റു എന്നുള്ള കൺസെപ്റ്റ് ഉണ്ടായിരുന്നു, അത് നമ്മൾ ഇവിടെ മാറ്റി. ഇനി നമുക്ക് ഇതിലത്തെ ഓരോ ടേമിനെയും ഡയറക്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യാം. സോ വാട്ട് ഈസ് ദ ആൻസർ? 1/2 ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് sin 5x എഴുതണം. അപ്പൊ എന്ത് ചെയ്യണം? ഇന്റഗ്രൽ ഓഫ് sin x ആലോചിക്കുക. എക്സിന്റെ സ്ഥാനത്ത് 5x ആണ്. വാട്ട് ഈസ് ഇന്റഗ്രൽ ഓഫ് sin x? ദാറ്റ് ഈസ് മൈനസ് cos x, എക്സിന് പകരം 5x ഡിവൈഡഡ് ബൈ 5xന്റെ ഡെറിവേറ്റീവ്, ദാറ്റ് ഈസ് 5, മൈനസ് ഈ മൈനസ് ഇറക്കി എഴുതി. വീണ്ടും sin x ന്റെ ഇന്റഗ്രൽ, ദാറ്റ് ഈസ് മൈനസ് cos x പ്ലസ് c. ഇനി എന്ത് ചെയ്യണം? ഈ രണ്ട് മൈനസും ചേർത്ത് നമുക്ക് പ്ലസ് എഴുതാം. സോ ദ ആൻസർ ഈസ് ദാറ്റ് 1/2 ഇൻറ്റു, ആ 1/2നെ വേണമെങ്കിൽ ഉള്ളിലേക്ക് എടുത്തിട്ട് എഴുതാം. അപ്പൊ എന്താ കിട്ടുക? 1/2 കൂടെ ഉള്ളിലേക്ക് എടുത്താൽ മൈനസ് cos 5x by 5 into 2, that is 10. പിന്നെ ഈ രണ്ട് മൈനസും ചേർന്ന് അടുത്ത ടേം പ്ലസ്, പിന്നെന്താ cos x, ഈ 1/2നെ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ by 2 plus c. This is the answer. അപ്പൊ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? ഇവിടെ ഇപ്പോ 2 sin x cos y എന്നുള്ള ഫോമിലാണ് വന്നത്. ഇതുപോലെ വേറെ 3 ഫോംസും കൂടെ ബാക്കിയുണ്ട്. എന്തൊക്കെയത്? 2 cos x sin y എന്നുള്ള ഫോം വരാം, പിന്നെ 2 cos x cos y എന്നുള്ള ഫോം വരാം, അതുപോലെ 2 sin x sin y എന്നുള്ള ഫോമും ഇതിന്റെ ഉള്ളിൽ വരാം. അപ്പൊ ഇതിനൊക്കെ നമുക്ക് ഫോർമുല ഉണ്ട് ഇതേപോലെ. 2 sin x cos y ഇങ്ങനെയാണെങ്കിൽ 2 cos x sin y എന്താണ്? sin x plus y minus sin x minus y ആണ്. 2 cos x
sin y equal to sin x plus y minus sin x minus y. Now what is 2 cos x cos y? It is cos x plus y plus cos x minus y. ഇതൊക്കെ കഴിഞ്ഞാലും പഠിച്ച കാര്യങ്ങളാണ്, അത് മുഴുവൻ ആവശ്യം വരും. Now what is 2 sin x sin y? ഇത് നമ്മൾ ഇങ്ങനെയല്ല പഠിച്ചിട്ടുള്ളത്. മൈനസ് 2 sin x sin y എന്നാണ് നമുക്ക് ആ ഫോർമുല വന്നിട്ടുള്ളത്. അതിന് മാത്രം ഒരു മൈനസ് അധികം ഉണ്ടായിരുന്നു. And the result is cos x plus y minus cos x minus y. ഇത്രയും കാര്യങ്ങൾ ഈ പ്രോബ്ലത്തിന്റെ കൂടെ നിങ്ങൾ പഠിച്ചിരിക്കണം. ആ പാറ്റേണിലൊക്കെ ഈ ഭാഗം ആവർത്തിക്കാം. ഓക്കെ, അടുത്തത് ഇന്റഗ്രൽ ഓഫ് cos 2x cos 4x cos 6x dx. ഇവിടെ ഇപ്പോൾ 3 ടേംസിന്റെ പ്രോഡക്റ്റിന്റെ ഫോമിലാണ് ഇന്റഗ്രന്റ് കിടക്കുന്നത്. അപ്പോൾ തൊട്ട് മുന്നേ ചെയ്ത പ്രോബ്ലം ആയിട്ട് ഇതിന് സാമ്യമുണ്ട്. അന്നേരം ഞാൻ പറഞ്ഞു ഇത് ഈ രീതിയിൽ 2 കോസ് വരുന്ന രീതിയിൽ വരാമെന്ന്. പക്ഷെ ഇവിടെ 2 അല്ല 3 ടേംസ് ഉണ്ട്. നമുക്ക് 3 ടേംസിനെ ഒന്നിച്ച് ചേർക്കാനുള്ള വഴി അറിയില്ല, പക്ഷെ 2 ടേംസിനെ ചേർക്കാൻ നമുക്ക് അറിയാലോ. അപ്പോൾ നമുക്കിതിനെ ഇങ്ങനെ തുടങ്ങാം. ഇന്റഗ്രൽ ഓഫ് ഒരു 2 എക്സ്ട്രാ കൊടുത്തു, cos 2x cos 4x cos 6x dx എന്നാണ്. ഈ 2ന്റെ എഫക്റ്റ് പോവാൻ പുറത്തൊരു 1/2 കൊടുത്തു. ഇനി ഇത് 3 കൂടെ ചേർക്കാൻ അറിയില്ല, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 2 എണ്ണത്തിനെ ആദ്യം എടുക്കാം. Now this is of the form 2 cos x cos y. 2 cos x cos y. Now what is the result for that? It is cos x plus y plus cos x minus y. ഇതാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ഈ ടേമിനെ ഇതുപോലെ ആക്കിയിട്ട് മാറ്റണം. മൂന്നാമത്തെ കാര്യം നമുക്ക് പിന്നെ നോക്കാം. അപ്പൊ എങ്ങനെ കിട്ടും? ഹാഫ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ്, ഇതിന് പകരം ആദ്യത്തേത് cos x plus y. cos what is x? 2x plus y. അപ്പൊ 2x plus 4x എത്ര വരിക? 6x വരും. cos x plus y ക്ക് പകരം cos 2x plus 4x, that is cos 6x. plus അടുത്തത് എന്താ? cos x minus y. അതെന്താ വരിക? cos 2x minus 4x, that is minus 2x. ഇനി എന്തുണ്ട്? പുറത്ത് cos 6x dx ഉണ്ട്. ഇനി നമുക്ക് അടുത്തത് ഈ cos minus 2x നെ എന്ത് ചെയ്യണം എന്നാണ്. അത് നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുണ്ട്. cos minus x is equal to cos x ആണ്. അത് നമ്മൾ തെളിയിച്ചിട്ടൊക്കെ ഉണ്ട് കഴിഞ്ഞ കൊല്ലം, യൂണിറ്റ് സർക്കിൾ ഉപയോഗിച്ചുകൊണ്ട്. അപ്പൊ അത് ഉപയോഗിച്ചാൽ cos minus 2x ന് പകരം നമുക്ക് എന്ത് എഴുതാം? cos 2x എന്ന് എഴുതാം. So that step is half into integral of cos 6x plus cos 2x into cos 6x dx. ഇപ്പൊ ഇത്രയും ഭാഗം ഓക്കെ ആയി. ഇനി നമുക്ക് അടുത്തത് ഈ cos 6x നെ ഇതിന്റെ ഉള്ളിലേക്ക് എടുക്കാം. So what happens? Integral of half into integral of cos 6x into cos 6x, that is cos square 6x plus അടുത്ത ടേമോ cos 2x into cos 6x ഇതിനൊന്നിച്ച് dx. ഇനി നമുക്ക് ഇതും 2 തരത്തിലുള്ളതാണ്. അപ്പൊ ഒന്നിച്ച് അതിന്റെ ആൻസറിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. നമുക്ക് ഇതിനെ 2 ഇന്റഗ്രൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പൊ എന്താ കിട്ടുക? ഹാഫ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് cos square 6x dx പ്ലസ് ഈ രണ്ടാമത്തെ ടേമിനും ഈ ഹാഫ് ബാധകമാണ്. സോ നെക്സ്റ്റ് ഈസ് ഹാഫ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് cos 2x into cos 6x dx. ഇതിനെ നമ്മൾ 2 ഇന്റഗ്രൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഹാഫ് എന്നുള്ളത് ഈ 2 ടേമിനും കോമൺ ആണ്. അപ്പോൾ ഓരോ ഇന്റഗ്രലിന്റെ കൂടെയും ഹാഫ് ഉണ്ടായിരിക്കണം. ഇനി അടുത്ത് നമുക്ക് ചെയ്യേണ്ടത് cos square 6x നെ എന്ത് ചെയ്യണം? അത് നമ്മൾ ആദ്യത്തെ പ്രോബ്ലം ചെയ്ത രീതിയാണ്. അവിടെ നമ്മൾ സ്ക്വയർ മാറ്റാൻ cos square x equal to എന്നുള്ള ഫോർമുല യൂസ് ചെയ്തിരുന്നു. എന്താ അത്? 1 plus cos 2x by 2. So using this നമുക്ക് ആദ്യം തന്നെ ഒന്നാമത്തെ ഇന്റഗ്രലിന്റെ cos square 6x നെ മാറ്റണം. അപ്പൊ നോക്കുക, x ന് പകരം ഇവിടെ എന്താണുള്ളത്? 6x. അപ്പോ 2x എന്നുള്ളത് എന്താ വരിക? 2 into 6x വരും. സോ ഈ സ്ഥാനത്ത് നമുക്ക് വരാൻ പോകുന്നത് 12x ആണ്. അപ്പൊ ആ ഇന്റഗ്രൽ എങ്ങനെ എഴുതാൻ പറ്റും നോക്കാം. 1 plus cos 12x by 2 dx. 6x ന് പകരം cos square 6x ന് പകരം 1 plus cos 2 into x ന്റെ സ്ഥാനത്ത് 6x by 2. ഇതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്.
ഇനി അടുത്തതിൽ നമുക്ക് ഒരു 1/2 ക്വസ്റ്റ്യനിലേ ഉള്ളതാണ്. ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ ഇവിടെ ഒരു 2ന്റെ ഷോർട്ട് ഉണ്ട്. അപ്പൊ ഒരു 2നെ എക്സ്ട്രാ അതിന്റെ ഉള്ളിൽ കൊടുക്കണം. എന്താ കിട്ടുക? 2 cos 2x cos 6x dx ആണ്. ഇവിടെ ഒരു 2 കൊടുത്താൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ പുറത്തൊരു 1/2 വേണം. ഈ 1/2 നേരത്തെ കിട്ടിയ 1/2 ആണ്. ഇവിടെ ഉള്ളിൽ 2 ചേർക്കുമ്പോൾ അതിന് കണക്കായിട്ടുള്ള 1/2 ആണ് രണ്ടാമത് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അതെല്ലാം കൂടെ ഒന്ന് ചേർക്കാൻ ശ്രമിക്കാം. സോ ദിസ് ഈസ് ഈ 2നെ കൂടെ പുറത്തേക്ക് എടുക്കാലോ. സോ 1/4 ഇന്റഗ്രൽ 1 പ്ലസ് cos 12x dx. ഒന്നാമത്തെ ഇന്റഗ്രലിനെ ശരിയാക്കി. പ്ലസ് ഇവിടെയും പുറത്തുള്ളത് 1/4 ഇന്റഗ്രൽ ഓഫ് വീണ്ടും 2 cos x cos y എന്നുള്ള ഫോം. അപ്പൊ ഇതേ ഫോർമുല തന്നെയാണ് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. എന്താ കിട്ടുക? cos x plus y. What is x plus y? 2x plus 6x, that is 8x. Plus അടുത്തത് cos x minus y. അതെന്താ കിട്ടുക? cos 2x minus 6x, that is minus 4x. ഇതിനൊന്നിച്ച് dx. കിട്ടിയില്ലേ? വീണ്ടും cos minus x equal to cos x എന്നുള്ള റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്യാം അല്ലെ? അപ്പൊ എങ്ങനെയാ കിട്ടുക? 1/4 into integral 1 plus cos 12x dx plus 1/4 into integral cos 8x ഇതിനെ മാറ്റിയിട്ട് plus cos 4x dx ആണ്. ഇപ്പൊ നോക്കൂ, എല്ലാ ടേമും നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കിടക്കുന്നത്. Now let us integrate each term. ഇനി അതിനു മുമ്പ് ഇവിടെ രണ്ടിലും 1/4 കോമൺ ആണല്ലോ അല്ലെ? ഈ ഇന്റഗ്രലിലും 1/4 ഉണ്ട്, ഈ ഇന്റഗ്രലിലും 1/4 ഉണ്ട്. സോ ലെറ്റ് us take 1/4 outside. ഈ രണ്ട് ടേമിൽ നിന്നും മൊത്തത്തിൽ 1/4 പുറത്തെടുത്തു. അങ്ങനെ പുറത്തെടുക്കണം എന്നൊന്നുമില്ല. ഇതിന്റെ 1/4 ഇതിന്റെ 1/4 അങ്ങനെ തന്നെ എഴുതിയാലും കുഴപ്പമില്ല. ഇവിടെ ഇപ്പൊ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് കൊണ്ട് അതിന് ഞാൻ പുറത്തെഴുതും. What is integral of 1 dx? It is x. Plus അടുത്തത് cos 12x ന്റെ ഇന്റഗ്രൽ. അപ്പൊ ആലോചിക്കണം, cos x ന്റെ ഇന്റഗ്രൽ ആലോചിക്കുക, അത് sin x ആണ്. പക്ഷെ x ന്റെ സ്ഥാനത്ത് നമുക്ക് 12x ആണ്. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? You have to write sin 12x. ഇനി x ന്റെ സ്ഥാനത്ത് 12x ആണ്. 12x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? 12. അതിനെ കൊണ്ട് ആ ടേമിനെ ഡിവൈഡ് ചെയ്യാം. സോ ഇതിന്റെ ഇന്റഗ്രൽ കംപ്ലീറ്റ് ആയി. പ്ലസ് 1/4 നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ കോമൺ ആയിട്ട്. അപ്പൊ അടുത്തത് cos 8x. What is integral of cos 8x? It is sin 8x by 8. പ്ലസ് അടുത്തത് cos 4x. അതിന്റെ ഇന്റഗ്രൽ sin 4x by 4. ഡെറിവേറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എക്സിന്റെ സ്ഥാനത്ത് എന്താണോ അതിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എല്ലാ ടേമിന്റെ ഇന്റഗ്രേഷൻ കഴിഞ്ഞു. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. പ്ലസ് ഇതാണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നോക്കുക എത്ര കാര്യങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്തു എന്നുള്ളത്. ഇതുപോലെയൊക്കെ സൈനിന്റെ റിസൾട്ട് ഇതുപോലെ അപ്ലൈ ചെയ്യാൻ വേണ്ടി വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്റഗ്രൽ sin cube x dx. നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആയിട്ട് അതിനൊരു സാമ്യമുണ്ട്, അല്ലെങ്കിൽ ആ പാറ്റേണിൽ ഇവിടെ ചെയ്യാൻ പറ്റും. നോക്കുക, sin cube x നെ നമുക്ക് sin square x into sin x dx എന്ന് മാറ്റി എഴുതാം. Now let us write the sin square x as 1 minus cos square x sin square x ന് പകരം into sin x dx എന്നായി. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ sin x ആണ് ഒറ്റയ്ക്ക് നിൽക്കുന്നത്. അപ്പൊ sin x ഡെറിവേറ്റീവ് ആയിട്ട് വരണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏതിനാണ് t കൊടുക്കേണ്ടത്? cos x ന് t കൊടുത്താൽ മതി. So let us write t equal to cos x, then dt equal to minus sin x dx. ഇത് ഉപയോഗിച്ച് ഇതിനെ മാറ്റിയാൽ ഇന്റഗ്രൽ 1 minus t square into sin x dx. sin x dx എന്താ വരിക? മൈനസ് dt വരും അല്ലെ? ഈ മൈനസിനെ നമുക്ക് ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ആക്കാം. സോ ഇന്റഗ്രൽ ഓഫ് 1 minus t square മൈനസ് കൊണ്ട് ഇൻറ്റു ചെയ്താൽ t square minus 1 dt എന്ന് എഴുതാം. Now let us integrate each term. അപ്പൊ എന്താ കിട്ടുക? t cube by 3 minus t അല്ലെ? ഇന്റഗ്രൽ ഓഫ് 1 dt is t. ഇന്റഗ്രേഷൻ കഴിഞ്ഞു, പ്ലസ് ചെയ്ത. Now substitute for t. So what is the answer? Cos cube x by 3 minus cos x plus. ഇതാണ് ഇവിടുത്തെ ആൻസർ കിട്ടുക. ഓക്കെ, ഇത് നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ ചെയ്ത ഏകദേശം ആ പാറ്റേൺ ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. അതായത് ഇതിൽ നിന്ന് ഒരെണ്ണത്തിനെ മാറ്റി നിർത്തി
ഈവൺ പവർ ആണെങ്കിൽ സൈനിനെ നമുക്ക് കോസ് ആക്കാം, കോസ് ആണെങ്കിൽ സൈനും ആക്കാം. ആ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഇത് നമ്മൾ ചെയ്തത്. ഇനി ഇതേ പ്രോബ്ലം നമുക്ക് വേറൊരു രീതിയിലും ചെയ്യാം. യൂസിങ് ദ ഐഡന്റിറ്റി ഫോർ സൈൻ 3x. സൈൻ 3xന്റെ എക്സ്പാൻഷനിൽ സൈൻ ക്യൂബ് എക്സ് വരുന്നൊരു ടേം ഉണ്ട്. സോ അങ്ങനെയും ഇത് ചെയ്യാൻ പറ്റും. നോക്കാം, സൈൻ 3x ഈക്വൽ ടു 3 sin x മൈനസ് 4 sin ക്യൂബ് എക്സ് നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ച ഫോർമുലയാണ്. ഇതിൽ നിന്നും സൈൻ ക്യൂബ് എക്സ് ഈക്വൽ ടു ആക്കാം. അപ്പൊ നമുക്ക് ഈ ടേമിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. 4 sin ക്യൂബ് എക്സ് ഈക്വൽ ടു എന്താ കിട്ടുക? ഇത് ഇങ്ങോട്ട് വന്നു. അപ്പൊ സൈൻ 3x അങ്ങോട്ട് പോകണം. 3 sin x മൈനസ് sin 3x. സോ വാട്ട് ഈസ് സൈൻ ക്യൂബ് എക്സ്? ഈ 4നെ ഇവിടെ നിന്ന് മാറ്റിയാൽ മതി. അവിടെ നിന്ന് മാറ്റുമ്പോൾ എന്താ ഉണ്ടാവുക? ബൈ 4 ആവും. ഈ ഐഡന്റിറ്റി ഇവിടെ അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ആൻസർ ചെയ്യാം. അപ്പൊ എന്താ കിട്ടുക നോക്കൂ. ഇന്റഗ്രൽ സൈൻ ക്യൂബ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് 3 sin x മൈനസ് sin 3x ഡിവൈഡഡ് ബൈ 4 dx എന്ന് കിട്ടും. ഇതിൽ ബൈ 4 എന്ന് പറഞ്ഞാൽ 1/4 is a constant. So 1/4 into integral 3 sin x minus sin 3x dx. ഇനി നമുക്ക് ഓരോ ടേമിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. 1/4 into 3 sin x ൽ 3 അവിടെ വെച്ചു. ഇന്റഗ്രൽ ഓഫ് sin x. ഇന്റഗ്രൽ ഓഫ് sin x is minus cos x minus sin 3x ന്റെ ഇന്റഗ്രൽ എന്താ? മൈനസ് cos 3x by 3. ഇന്റഗ്രേഷൻ കഴിഞ്ഞു. പ്ലസ് സി എഴുതി. ഇനി നമുക്ക് എല്ലാം കൂടെ ചേർത്ത് എഴുതാം. സോ ഫസ്റ്റ് ടേം ഈസ് 1/4 into എന്തെഴുതാം? മൈനസ് 3 cos x പ്ലസ് cos 3x by 3 പ്ലസ് സി. ഇതാണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ കാണാം നേരത്തെ ആൻസറും ഈ ആൻസറും തമ്മിൽ ടേംസ് തമ്മിൽ വ്യത്യാസം തോന്നുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് ഇക്വലന്റ് ആണെന്ന് തെളിയിക്കാൻ പറ്റും. ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് ഉണ്ട്. cos 3xന്റെ റിസൾട്ട് ഒക്കെ ഉണ്ടല്ലോ. അതൊക്കെ വെച്ച് ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ യു വിൽ ഗെറ്റ് ദ അതർ റിസൾട്ട്. തൊട്ട് മുന്നേ ഈ പ്രോബ്ലം ചെയ്തപ്പോൾ എന്താണോ കിട്ടിയത് അതേ റിസൾട്ടിലേക്ക് ഇതിനെ എത്തിക്കാൻ പറ്റും. അപ്പൊ ആ ഒരു പാറ്റേൺ മാറ്റം അവിടെ പ്രശ്നമില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്റഗ്രൽ cos x by 1 plus cos x dx. അപ്പൊ ഇവിടെ ഡിനോമിനേറ്ററിലാണ് രണ്ട് ടേം കാണുന്നത്. നമുക്ക് ഈ ഡിനോമിനേറ്ററിനെ യോജിപ്പിച്ചാലേ എന്തെങ്കിലും ഇവിടെ ചെയ്യാൻ പറ്റുള്ളൂ. സോ യു ഹാവ് ടു കമ്പൈൻ 1 plus cos x. ഏത് ഫോർമുല അതിന് യൂസ് ചെയ്യാൻ പറ്റുക? മുമ്പേ ഞാൻ പറഞ്ഞതാണ് 1 plus cos 2x by 2 എന്തായിരുന്നു? അത് cos square x ആണ്. ഓർ 1 plus cos 2x equal to 2 cos square x ആണ്. അതൊക്കെ cos 2xന്റെ ഫോർമുലയിൽ നിന്നാണ് ഉണ്ടായത്. അപ്പൊ അതേപോലെ 1 plus cos x നെ എങ്ങനെ എഴുതാം? 2x ആവുമ്പോൾ അതിന്റെ പകുതി ആംഗിളിലാണ് കോസിന്റെ ടേം വന്നിട്ടുള്ളത്. അപ്പൊ cos x ആവുമ്പോൾ അതിന്റെ പകുതി വരണം. സോ ദ റിസൾട്ട് ഈസ് 2 cos square x by 2. എക്സിന്റെ പകുതിയാണ് x by 2. 2xന്റെ പകുതിയാണ് x. അതുപോലെ സോ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് ഇതിനെ cos x by 1 plus cos x ന് പകരം 2 cos square x by 2 dx ന് എഴുതാം. ഇനി നമുക്ക് ന്യൂമറേറ്ററിലേക്ക് പോവാം. ന്യൂമറേറ്ററിൽ cos x ആണ്. നമുക്കറിയാം cos 2x ന്റെ ഒരു ഫോർമുല ഇൻ ടേംസ് ഓഫ് cos ആണ് ഞാൻ എടുക്കുന്നത്. കാരണം ഡിനോമിനേറ്ററിൽ cos ഉണ്ടല്ലോ. അതുകൊണ്ട് ഇൻ ടേംസ് ഓഫ് cos എടുക്കുകയാണ്. 2 cos square x minus 1 നമ്മൾ പഠിച്ച ഫോർമുലയാണ്. ഇതേ പാറ്റേണിൽ how can we write cos x? നേരത്തെ പറഞ്ഞ പോലെ 2xന്റെ പകുതിയാണ് x. അപ്പൊ xന്റെ പകുതി വരണം. എന്താ വരിക? 2 cos square x by 2 minus 1 എഴുതാം. So let us write this cos x as 2 cos square x by 2 minus 1 divided by 2 cos square x by 2 dx എന്നാണ്. ഇനി നമുക്ക് ഡിനോമിനേറ്ററിൽ ഒന്നല്ലേ ഉള്ളൂ. ഈ ഡിനോമിനേറ്റർ ഉപയോഗിച്ച് ഇതിനെ രണ്ട് ടേം ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. സോ വാട്ട് ഈസ് ദ ഫസ്റ്റ് ടേം? 2 cos square x by 2 by 2 cos square x by 2 that is 1 minus അടുത്ത ടേം എന്താ വരിക? 1 by 2 cos square x by 2 dx എന്ന് വരും. Now ഇതിനെ നമുക്ക് ഈ ടേമിനെ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാം. ഇന്റഗ്രൽ ഓഫ് 1 മൈനസ് 1 by 2 അവിടെ നിർത്തി കോൺസ്റ്റന്റ് പാർട്ട്. ബാക്കിയുള്ളത് എന്താ? 1 by cos square x by 2. What is 1 by cos square x by 2? It is sec square x by 2 dx.
sec square x, integral of sec square x നമുക്ക് ഡയറക്റ്റ് ഉള്ള ഫോർമുലയാണ്. അപ്പം അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ നമ്മൾ cos x നെ മാറ്റി എഴുതിയത്. ഇനി ആൻസറിലേക്ക് വരാം. ഇന്റഗ്രൽ ഓഫ് 1 dx ഈസ് എക്സ് മൈനസ് ഈ ടേമിന്റെ ഇന്റഗ്രൽ എഴുതുമ്പോൾ 1/2 കോൺസ്റ്റന്റ് ആണ്. സോ 1/2 അവിടെ നിർത്തി. വാട്ട് ഈസ് ഇന്റഗ്രൽ ഓഫ് sec square x by 2? ദാറ്റ് ഈസ് tan x by 2. എക്സിന്റെ സ്ഥാനത്ത് x by 2 ആണ്. അപ്പൊ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ എക്സിന്റെ സ്ഥാനത്ത് എന്താണോ അതിന്റെ ഡെറിവേറ്റീവ്, ദാറ്റ് ഈസ് 1/2 പ്ലസ് സി. ഇനി സിംപ്ലിഫൈ ചെയ്യാം. ഈ 1/2 ഈ 1/2 ക്യാൻസൽ ചെയ്യും. സോ ദ ആൻസർ ഈസ് x മൈനസ് tan x by 2 പ്ലസ്. ഇവിടെയൊക്കെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും. t = x by 2 കൊടുത്തിട്ട് വിശദമായിട്ട് ചെയ്യാം. പക്ഷെ അതിന്റെ ആവശ്യമില്ല. ഇങ്ങനെയുള്ള പ്രോബ്ലത്തിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ നമ്മൾ ആൻസർ ഡയറക്റ്റ് എഴുതി ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് ഒരു പ്രോബ്ലം കൂടെ ഡിസ്കസ് ചെയ്യാം ഈ സെക്ഷനിൽ. ദാറ്റ് ഈസ് ഇന്റഗ്രൽ ഓഫ് sin raised to 4x dx. അല്ലേ, സൈനിന്റെ ഈവൺ പവർ ആണ് വന്നിട്ടുള്ളത്, പക്ഷെ സ്ക്വയർ അല്ല, സ്ക്വയറിന് മേലെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? sin square x-ന്റെ ടേംസിൽ എഴുതാൻ ശ്രമിക്കാം. ഇന്റഗ്രൽ ഓഫ് sin square x-ന്റെ സ്ക്വയർ dx എന്ന് എഴുതാം. അപ്പൊ ഇനി എന്ത് വേണം? sin square x-നെ നമ്മൾ മാറ്റണം. നേരത്തെ cos square x-നെ നമ്മൾ മാറ്റിയിരുന്നു. അതുപോലെ the formula for sin square x is 1 minus cos 2x by 2. Applying this, നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ ഓഫ് 1 minus cos 2x by 2 whole square. sin square x-ന് പകരമാണ് ഇത്. whole square അങ്ങനെ തന്നെ എഴുതി dx. ഇനി നമുക്ക് ഇതിൽ നിന്നും കോൺസ്റ്റന്റ് പാർട്ട് പുറത്തെടുക്കാം. എന്താ കോൺസ്റ്റന്റ് ഉള്ളത്? 2 സ്ക്വയർ കോൺസ്റ്റന്റ് ആണ്. അതായത് 1/4 can be taken outside. ബാക്കി എന്താണുള്ളത്? ഇന്റഗ്രൽ ഓഫ് 1 minus cos 2x whole square dx. അല്ലേ, അപ്പൊ ഇനി എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം. 1/4 into ഇന്റഗ്രൽ, ഇതിനെ എക്സ്പാൻഡ് ചെയ്താൽ 1 minus 2 cos 2x plus cos square 2x dx ആണ്. a minus b whole square ന്റെ ഫോർമുല ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. Now this is equal to 1/4 into, നോക്കുക, ഈ ടേമിന്റെയും ഇന്റഗ്രൽ ഡയറക്റ്റ് എഴുതാൻ പറ്റും, പക്ഷെ ഇതിന്റെ നമുക്ക് ഡയറക്റ്റ് എഴുതാൻ പറ്റില്ല. അല്ലെ, അപ്പൊ നമുക്ക് ഇതിനെ കൂടി cos square x എന്നുള്ള ഫോമിലാണ് അത് വന്നിട്ടുള്ളത്. അല്ലെ, ഇതിനെ നമുക്ക് രൂപം മാറ്റണം. എങ്ങനെ? cos square x equal to 1 plus cos 2x by 2. ഈ റിസൾട്ട് ഉപയോഗിച്ചുകൊണ്ട് എക്സിന്റെ സ്ഥാനത്ത് 2x ആണ്, ഇതിനെ മാറ്റണം. അപ്പൊ എന്താ കിട്ടുക? 1 minus 2 cos 2x plus ഇതിനെ മാറ്റി എഴുതിയാൽ 1 plus cos എക്സിന്റെ സ്ഥാനത്ത് 2x. അപ്പൊ 2x എന്നുള്ള സ്ഥാനത്ത് എന്ത് വരും? 2 into 2x വരും. ദാറ്റ് ഈസ് 4x divided by 2. ഡിവൈഡ് ബൈ എന്ന് ഇങ്ങോട്ട് നീളരുത്. cos square 2x-ന് പകരമാണ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇതിനൊന്നിച്ച് dx കിട്ടും. ഇനി നമുക്ക് ഓരോ ടേമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് തുടങ്ങാം. സോ ദ ആൻസർ ഈസ് 1/4 into integral of 1 dx is x. സോറി, ഇന്റഗ്രൽ വേണ്ട, ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് തന്നെ എഴുതാം. ഇന്റഗ്രൽ ഓഫ് 1 dx is x മൈനസ് രണ്ടാമത്തെ ടേമിൽ 2 കോൺസ്റ്റന്റ് ആണ്, അതാണ് നിർത്തി. cos 2x-ന്റെ ഇന്റഗ്രൽ sin 2x by 2 പ്ലസ്, ഇനി അടുത്തതില് ഈ രണ്ട് ടേംസ് ആണിത്, രണ്ടിനും by 2 കോമൺ ആണ്. അപ്പൊ ഞാൻ 1/2 അങ്ങ് പുറത്തൊക്കെ എഴുതി. ഈ by 2-നെയാണ് 1/2 ആയിട്ട് പുറത്ത് എഴുതിയത്. ഇനിയുള്ളത് എന്താ? ഇന്റഗ്രൽ ഓഫ് 1 dx that is x പ്ലസ് ഇന്റഗ്രൽ ഓഫ് cos 4x dx that is sin 4x by 4. ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഈ 1/2 പുറത്തെടുത്തിട്ട് ഈ രണ്ട് ടേമിന്റെ ഇന്റഗ്രൽ ആയതുകൊണ്ടാണ് ഇവിടെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തത്. ഇനി എന്ത് വേണം? ഈ 1/4 എന്ന് പറയുന്നത് ഇതിന് മൊത്തം കോമൺ അല്ലേ, അപ്പൊ വലിയ ബ്രാക്കറ്റും ക്ലോസ് ചെയ്തു പ്ലസ് സി. ആൻസർ ആയി. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഓർഡറിലാക്കണം. എങ്ങനെ ഓർഡർ ആക്കാൻ പറ്റുക? 1/4 into x is x by 4. ഇവിടെ നമുക്ക് 2 ക്യാൻസൽ ചെയ്യാം. ബാക്കിയുള്ളത് മൈനസ് sin 2x by ഈ 1/4 ഉള്ളിലേക്ക് എടുക്കുമ്പോൾ 4 എടുത്തു. ഇനി അടുത്തത് എന്താ വരിക? പ്ലസ് 1/4 into 1/2 into x that is x by 8. 4 into 2 8 ആയി.
ഇനി അടുത്ത ടേമോ പ്ലസ് സൈൻ 4x ബൈ എന്തൊക്കെ വരും 4 ഇൻറ്റു 2 ഉണ്ട് 4 ഉണ്ട് ദാറ്റ് ഈസ് 16 ഇൻറ്റു 2 ഈക്വൽ ടു 32. അപ്പോൾ ഈ 1/4 കൂടെ ഉള്ളിലേക്ക് എടുത്തു പ്ലസ് സി വരും. ഇനി നോക്കൂ ഇവിടെ ഈ രണ്ട് ടേംസ് x/4 ഉം x/8 ഉം ചേർക്കാൻ പറ്റുന്ന ടേംസാണ്. അപ്പൊ അതും കൂടെ നമുക്കൊന്ന് ചേർക്കാം. എത്ര കിട്ടുക x/4 എന്ന് പറഞ്ഞാൽ 2 ടൈംസ് x/8 ആണ് അല്ലെ. അപ്പൊ 2 ടൈംസ് x/8 പ്ലസ് x/8 ദാറ്റ് ഈസ് 3 ടൈംസ് x/8. 3x/8 മൈനസ് sin 2x/4 plus sin 4x/32 plus c. This is the answer. Okay. അടുത്തത് ഇന്റഗ്രൽ 1 മൈനസ് കോസ് എക്സ് ബൈ 1 പ്ലസ് കോസ് എക്സ് ഡി എക്സ്. ഒക്കെ നേരത്തെ പറഞ്ഞ റിസൾട്ട് തന്നെയാണ്. 1 മൈനസ് കോസ് എക്സ് ഇസ് ഈക്വൽ ടു 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് എക്സ് ഇസ് ഈക്വൽ ടു 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2. ഈ രണ്ട് ഫോർമുല നല്ലോണം കാണാതെ പഠിച്ചിരിക്കണം. അപ്പോൾ ഇത്രയും ഡി എക്സ് ആയി. Now 2 and 2 cancels. ബാക്കി എന്താ ഉള്ളത് sin square x by 2 by cos square x by 2 that is tan square x by 2 dx. Now integral of tan square x നമുക്ക് ഫോർമുല ഇല്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം tan square x by 2 എന്നുള്ളതിനെ sec square ഉപയോഗിച്ചിട്ട് മാറ്റി എഴുതണം. So it is equal to integral of sec square x by 2 minus 1 dx. ഇനി ഓരോ ടേം ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രൽ ഓഫ് sec square x by 2 എന്താ വരിക ഇറ്റ് ഈസ് tan x by 2 by 1 by 2. x by 2 ന്റെ ഡെറിവേറ്റീവ് ആണ് 1 by 2 മൈനസ് ഇന്റഗ്രൽ ഓഫ് 1 dx is x plus c. ഇനി നമുക്ക് ഈ by 1 by 2 നെ തിരിച്ചിടാം. അപ്പോൾ എന്താ കിട്ടുക 2 tan x by 2 minus x plus c. This is the result. അപ്പോൾ ഇപ്പോൾ ഇത്രയും ചെയ്ത പ്രോബ്ലത്തിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമായി കാണും ട്രിഗണോമെട്രിയുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ കാണാതെ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ ഈ സെക്ഷനിലെ ക്വസ്റ്റ്യൻ നമുക്ക് കണ്ടിന്യൂ ചെയ്യാനാവുള്ളൂ. ഓക്കെ.